ഹലോ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ റെക്ടാങ്കുലർ പാർക്ക് ഓഫ് പെരിമീറ്റർ 80 മീറ്റർ ആൻഡ് ഏരിയ ഓഫ് 400 സ്ക്വയർ മീറ്റർ? ഇഫ് സോ, ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ 80 മീറ്റർ പെരിമീറ്ററും 400 സ്ക്വയർ മീറ്റർ, അതായത് 400 മീറ്റർ സ്ക്വയർ ഏരിയയുമുള്ള ഒരു റെക്ടാങ്കുലർ പാർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റെക്ടാങ്കുലർ പാർക്ക് എന്ന് വിചാരിക്കുക. അതിൻ്റെ ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും കൊടുത്തു. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റുമുള്ള അളവാണ്. മൊത്തത്തിലുള്ള ലെങ്ത്തിൻ്റെ സമ്മാണ് പെരിമീറ്റർ. അപ്പോൾ ഇവിടെ രണ്ട് ലെങ്ത്ത്, ഇവിടെ ലെങ്ത്ത് എല്ല്, ഇതിൻ്റെ ലെങ്ത്ത് എൽ മീറ്ററാണ് വിചാരിക്കുക. അപ്പോൾ എൽ പ്ലസ് ഇവിടെ ബ്രെഡ്ത്ത് ബി ആണ്, ഇവിടെയും ബ്രെഡ്ത്ത് ബി ആണ്. അപ്പോൾ ബി പ്ലസ് ബി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2L ഉണ്ട്. 2L പ്ലസ് ഇവിടെ 2B ഉണ്ട്. ഓക്കെ അല്ലേ? 2 കോമൺ ആക്കി എടുത്താൽ L പ്ലസ് ബി. ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള എന്തിൻ്റെയെങ്കിലും അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റിൽ നമുക്ക് ഈ പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 2 × L പ്ലസ് ബി എന്ന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 80 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് L പ്ലസ് ബി = 80/2 ദാറ്റ്സ് = 40 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. ബിക്ക് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. B = 14 - L. എന്തുകൊണ്ട് ബിക്ക് നമ്മളൊരു ഇക്വേഷൻ എടുത്തത്? നമുക്ക് തിരിച്ച് L = എന്നുകൊണ്ട് നമുക്ക് എഴുതാം. എല്ലാ വേരിയബിൾസും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് മനസ്സിലാവും കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ദാറ്റ്സ് = 400 തന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L × B, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ നമ്മളവിടെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് = 400 കിട്ടി. ഇവിടെയാണ് നമ്മൾ ബിക്ക് നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ 14 - L. എന്തിന് 14 - L കൊടുത്തു? എല്ലാ വേരിയബിളും ഇപ്പോൾ എല്ലാണ് നമ്മൾക്ക് ഇവിടെ എല്ലാണെങ്കിൽ വരിക. ബി ആ കൊടുക്കണമെന്ന് വെച്ചാൽ എല്ലാം ബി ആയിട്ട് വരിക. എന്നാലും നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് അതിനെ മാറ്റിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ലെങ്ത്തിന് ഇക്വേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ്ത്തിന് ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ബ്രെഡ്ത്തിനാണ് കൊടുത്തത്. ബ്രെഡ്ത്ത് എന്ന് ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. ബി ദാറ്റ്സ് = 14 - L എന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതിവിടെ കൊടുത്തു. അപ്പോൾ L × 14 - L ദാറ്റ്സ് = 400. ഇതിനിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 14L - L² ദാറ്റ്സ് = 400. ഈ -L² നമ്മൾ ഫസ്റ്റ് വിട്ടെടുത്തു. -L² പ്ലസ് 14L - 400 = 0. ഈ മൈനസ് നമ്മൾ ഈ x² കോഎഫിഷ്യൻ്റ് ആണല്ലോ ഇവിടെ L² ആയിട്ട് വരുന്നത്. x² പകരം ഇവിടെ L². അപ്പോൾ നമുക്ക് ഫസ്റ്റ് x² ഫസ്റ്റ് തന്നെ നെഗറ്റീവ് നമ്മൾ ഒഴിവാക്കി മൊത്തത്തിന് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ax² + bx + c = 0 എന്നുള്ളതാണല്ലോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം. അപ്പോൾ ആ ഒരു ഫോമിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് കൊടുക്കാറില്ല. അപ്പോൾ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടേംസിൻ്റെയും നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ L² - 40L + 400 = 0 നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കുലർ പാർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടുമോ ഇല്ലയെന്ന് അറിയണം. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക എങ്ങനെയാണ്? അപ്പോൾ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക x = -b ± √b² - 4ac/2a വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം b² - 4ac വാല്യൂ കണ്ടുപിടിക്കും. അത് റിയൽ ആണോ പോസിറ്റീവ് ആണോ നോക്കിയാലേ നമുക്കത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ b² - 4ac വാല്യൂ കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ എന്താണ്? L² - 40L + 400 = 0. അതിൽ b എന്ന് പറയുന്നത് -40 ആണ്. എ എന്ന് പറയുന്നത് L² കോഎഫിഷ്യൻ്റ് ആണ്, 1 ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് 400 ആണ്. b² - 4ac നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റിയൽ റൂട്ട്സ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ L² - 40L + 400 = 0. അതിൽ നമ്മൾ എങ്ങനെ L കണ്ടുപിടിക്കുക? L = -b ± √b² - 4ac/2a. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. b² - 4ac വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തം അവിടെ എന്തായി മാറി? 0 ആയിട്ട് മാറി. ബാക്കി എന്തേ ഉള്ളൂ? -b/2a എന്നുള്ളൂ. ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -40 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ്റെ വാല്യൂ 1 ആണ്. ദെൻ ലെങ്ത് = നമുക്ക് 20 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി നമ്മൾ ബിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. b ദാറ്റ്സ് = b = 14 - L ദാറ്റ്സ് = 14 - 20. ദെൻ അഗെയിൻ ബ്രെഡ്ത്ത് = 20 മീറ്റർ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഈ റെക്റ്റാങ്കുലർ പാർക്കിൻ്റെ സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു സ്ക്വയർ ആണെന്നൊക്കെ അല്ലേ? സെറ്റ് അല്ലേ?